നബി കുടുംബത്തെക്കുറിച്ച് അഹ്ലുൽ ബൈത്ത് എന്നൊരു പ്രയോഗം ഉണ്ടാകാറുണ്ട്. നമ്മളൊക്കെ പറയാറുണ്ട് അഹ്ലു ബൈത്ത് എന്ന്. അത് പറയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഉദ്ദേശിക്കാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കൾ ഉൾക്കൊള്ളുന്ന സന്താന പരമ്പരകളെയാണ്. എന്നാൽ അഹ്ലുൽ ബൈത്ത് എന്നുള്ളത് കൊണ്ട് ധാരാളം വിവക്ഷകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അഹ്ലുൽ ബൈത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ കാണാം, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്തി വയുതഹിറക്കും തത്ഹീറ. അഹ്ലുൽ ബൈത്തെ, നബി തങ്ങളുടെ കുടുംബമേ, നിങ്ങളുടെ ശുദ്ധീകരണമാണ്, നിങ്ങളുടെ മാലിന്യ നിർമ്മാർജ്ജനമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്ത് ഇതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് ചില മര്യാദകൾ പറഞ്ഞുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ചില അധ്യാപനങ്ങളാണ്. പുറത്തിറങ്ങി പോകുന്നതിൻ്റെ നിയമങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് പൊതുവേ ഉള്ളതാണെങ്കിലും നബി തങ്ങളുടെ ഭാര്യമാരോട് ചില കാർക്കശ്യ രൂപത്തിൽ ചില ഉപദേശങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് അത് മറ്റൊന്നിനുമല്ല, നിങ്ങളുടെ ശുദ്ധീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അവിടെ അഹ്ലുൽ ബൈത്ത് എന്നൊരു പ്രയോഗം അള്ളാഹു തആല നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അഹ്ലുൽ ബൈത്ത് എന്നുള്ളതിന് ഭാര്യമാരടക്കം പെടുന്ന ഒരു അർത്ഥം അഹ്ലുൽ ബൈത്തിനുണ്ട്. അപ്പോൾ പുരക്കാരെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആരുൻ നബി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നബി തങ്ങളുടെ കുടുംബം, രക്തബന്ധമുള്ള കുടുംബം അഥവാ ഹാഷിം മുത്തലിബ് എന്ന ഉപ്പാപ്പന്മാരുടെ പേരമക്കൾ, അവരുൾക്കൊള്ളുന്ന കുടുംബത്തിൻ്റെ അതിനാണ് അതിൻ്റെ ആലി എന്നുള്ളത് അഹ്ലി എന്നുള്ളതിൽ നിന്ന് ലോപിച്ചുണ്ടായതാണ്. അതുകൊണ്ട് അഹ്ലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ആരുൻ നബി തന്നെയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അഹ്ലുൽ ബൈത്തിന് കുറച്ചുകൂടെ വിശാലമായ അർത്ഥം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രയോഗം പല പണ്ഡിതന്മാരും നടത്തിയിട്ടുണ്ട്. ഈ ആയത്ത് കൊണ്ടും അങ്ങനെയാണ് വിവക്ഷിക്കുന്നത് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക.